പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. എല്ലാവർക്കും കർത്താവിൻ്റെ പ്രത്യേക അനുഗ്രഹം. എല്ലാവർക്കും കത്തോലിക്ക സഭയുടെ മതബോധന പഠനക്കളരിയിലേക്ക് സ്വാഗതം. ഒരിക്കൽ കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ അറിവും ഞങ്ങളുടെ ജ്ഞാനവും ഞങ്ങളുടെ വിശ്വാസവും എല്ലാം ഇനിയും വർദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഞങ്ങളുടെ അറിവ് ഒരു തുള്ളിയേ ആയിട്ടുള്ളൂ. ഞങ്ങൾക്കറിയാനുള്ളത് ഒരു കടലോളമുണ്ട്. ഓ ദൈവമേ, സഭയുടെയും സഭാപിതാക്കന്മാരുടെയും രക്തസാക്ഷികളുടെയും സകല വിശുദ്ധരുടെയും ഓർമ്മ ശുദ്ധ കുർബാനയിൽ ആചരിക്കുന്നത് എന്തിനാണ്? ഇന്ന് അതൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ ത്രിവിധ അഭിഷേകം ഞങ്ങളിലേക്ക് ഒഴുക്കണമേ. Let the anointing of the Lord come down. Let the anointing of the Lord come down. Fill me, fill me, fill me, love, joy, peace. Fill me, fill me, fill me, wisdom, knowledge, understanding. Fill me, fill me, fill me, faith, hope and charity. എല്ലാവരും എല്ലാ ദിവസവും എണീക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കൂ. പേഴ്സണൽ പേർ അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം. അങ്ങനെ എണീക്കുമ്പോൾ തന്നെ അഭിഷേകത്തിലേക്ക് നിറയണം. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണേ, അഭിഷേകം നൽകണേ. അങ്ങയുടെ അഭിഷേകം എല്ലാ കാര്യങ്ങളും നമ്മളെ പഠിപ്പിക്കും. 1 യോഹന്നാൻ 2:27. Anointing of the Lord will teach us everything. ഇന്ന് CCCയുടെ 1052ാമത്തെ ലക്കമാണ്. ഇന്ന് പഠിക്കാൻ പോകുന്നത് 1172ാമത്തെ ഖണ്ഡികയും അതിൻ്റെ മാർജിനൽ ഖണ്ഡികയുമാണ്. 957. അതുപോലെ ഗ്രന്ഥത്തിൽ 2565ാമത്തെ ഖണ്ഡിക. അതിൽ പറയുന്ന രഹസ്യം ഇതാണ്: പരിശുദ്ധ രാജകീയ ത്രിത്വത്തിന് മുഴുവനും സമ്പൂർണ്ണ മനുഷ്യചേതനയുമായുള്ള ഐക്യമാണ് ദൈവരാജ്യത്തിൻ്റെ കൃപാവരം. പരിശുദ്ധ രാജകീയ ത്രിത്വത്തിന് മുഴുവനും സമ്പൂർണ്ണ മനുഷ്യചേതനയുമായുള്ള ഐക്യമാണ് ദൈവരാജ്യത്തിൻ്റെ കൃപാവരം. അതോടൊപ്പം 519 പറയുന്നത് ക്രിസ്തുവിൻ്റെ സമ്പത്ത് മുഴുവൻ എല്ലാവർക്കും വേണ്ടിയാണ്, അതെല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയാണ്, അതെല്ലാവരുടെയും പൊതുസ്വത്താണെന്നാണ്. ക്രിസ്തു തനിക്ക് വേണ്ടിയല്ല, പ്രത്യുത നമുക്ക് വേണ്ടിയാണ് തൻ്റെ ജീവിതം നയിച്ചത്. മനുഷ്യരായ നമുക്കും നമ്മുടെ രക്ഷയ്ക്കും വേണ്ടിയുള്ള അവിടുത്തെ മനുഷ്യാവതാരം മുതൽ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയുള്ള അവിടുത്തെ മരണവും നമ്മുടെ നീതീകരണത്തിനുള്ള അവിടുത്തെ പുനരുത്ഥാനവും വരെ നമുക്ക് വേണ്ടി അവിടുന്ന് ജീവിച്ചു. അവിടുന്ന് ഇപ്പോഴും പിതാവിൻ്റെ പക്കൽ നമുക്ക് വേണ്ടി വാദിക്കുന്നതാണ്, മാധ്യസ്ഥം വഹിക്കുന്നു. എന്തിനാ നമ്മൾ ഈ വിഷമിക്കണേ? ഇല്ലേ? അവിടുന്ന് നമുക്ക് വേണ്ടി ജീവിച്ചതും സഹിച്ചതുമെല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നാം വഹിച്ചുകൊണ്ട് എന്നും നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നിലകൊള്ളുന്നു. ഓക്കെ, നമുക്ക് നമ്മുടെ സബ്ജക്റ്റിലേക്ക് കിടക്കാം. നമ്മളിനി അടുത്തതായിട്ട് പ്രവചനത്തിനായിട്ട് ഒരുങ്ങുന്നു. ഓരോ ദിവസം ചെല്ലുന്തോറും പ്രവചനത്തെക്കുറിച്ച് വലിയ കാര്യങ്ങൾ മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്കൊന്ന് പറഞ്ഞോട്ടെ, ഈ 2-3 മാസം മുമ്പ് അല്ലെങ്കിൽ 4 മാസം മുമ്പ് അയർലൻഡിലെ നോക്ക് എന്ന സ്ഥലത്ത്, മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് ഞാനായിരിക്കുമ്പോൾ അവിടെയുള്ള വലിയൊരു പ്രസ്ഥാനത്തിൻ്റെ നേതാവ് പാട്രിക് മെക്രിസ്റ്റൽ എന്നോട് പറഞ്ഞു, നമുക്ക് ഈ ബിൽഡിംഗ് ഇങ്ങനെ 6 വർഷമായിട്ട് അടഞ്ഞു കിടക്കുകയാണ്. ആ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ സ്ഥലത്തിന് തൊട്ട് മുൻപിൽ ഒരു റോഡപ്പുറം
നമുക്ക് അവിടെ പോയി ഒന്ന് പ്രാർത്ഥിക്കാം സാറേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു യെസ്. 6 വർഷമായിട്ട് അടഞ്ഞു കിടന്നിരുന്ന ആ ബിൽഡിംഗ്, അത് ഒരുപാട് കഥകൾ അതിൻ്റെ പിന്നിലുണ്ട്. അവിടെ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് കർത്താവ് ഒരു പ്രവചനം നൽകുകയാണ്. ഈ ബിൽഡിംഗ് എൻ്റേതാണ്, ഇത് പൊളിച്ചു പണിയപ്പെടേണ്ട ആവശ്യമില്ല, ഇതിൽ ഉടനെ തന്നെ നിങ്ങൾ സുവിശേഷം പ്രഘോഷിക്കുക, സുവിശേഷം പ്രഘോഷിക്കുക. ഞാൻ പത്രോസിന്റെ വള്ളത്തിൽ സുവിശേഷം പ്രഘോഷിച്ചു കഴിഞ്ഞപ്പോൾ പത്രോസിന്റെ ജീവിതത്തിൽ വലിയ സമൃദ്ധി ഉണ്ടായ പോലെ നിങ്ങളുടെ എല്ലാ ശുശ്രൂഷകളിലും സമൃദ്ധി ഉണ്ടാകും, സുവിശേഷം പ്രഘോഷിക്കുക. അദ്ദേഹത്തിന് ആകെ എന്ത് ചെയ്യും? ഈ ബിൽഡിംഗ് അടഞ്ഞു കിടന്നു, എല്ലാവരും പറഞ്ഞു അത് കൊള്ളില്ല, അത് പൊളിച്ച് പണിയണം, അത് മോശമാണെന്നെല്ലാം പറഞ്ഞു. കർത്താവ് പറയാണ് പൊളിച്ച് പണിയണ്ട, സുവിശേഷം പ്രഘോഷിക്കുക. അങ്ങനെ അവരുടെ ഡയറക്ടേഴ്സിനോടെല്ലാം സംസാരിച്ചു. അവർക്ക് അതത്ര സ്വീകാര്യമായില്ല. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് കിട്ടിയ സന്ദേശവും ആർക്കിടെക്ട്സുമാരെല്ലാം പറഞ്ഞത് ഇത് പൊളിച്ച് പണിയുന്നതാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു പൊളിച്ച് പണിതോ, ഇപ്പോൾ പണിയണമെങ്കിൽ അതിൻ്റെ പ്ലാനായിട്ടില്ല, അതിൻ്റെ പെർമിഷനായിട്ടില്ല, അതിന് പൈസ ആയിട്ടില്ല. അതെല്ലാം കിട്ടുന്നത് വരെ കർത്താവ് പറഞ്ഞത് ചെയ്യൂ, സുവിശേഷം പ്രഘോഷിക്കൂ. എന്തിനു പറയണു? അവരത് സമ്മതിച്ചു. ഉടനെ 4 വശത്തുനിന്നും വോളണ്ടിയേഴ്സ് വന്നു. ഒരു പൈസയും ചെലവില്ലാതെ ആ ബിൽഡിങ് മുഴുവനും നവീകരിച്ചു. 6 ആഴ്ച കൊണ്ട് അതിൻ്റെ 2 ഹാളുകളും അതിൻ്റെ ചുമരിൻ്റെ പ്ലാസ്റ്റർ എല്ലാം മാറ്റി പുതിയ പ്ലാസ്റ്റർ ഇട്ടു, ഫ്ലോറിങ് ചെയ്തു, എല്ലാം മനോഹരമാക്കി. ഓഗസ്റ്റ് 15-ാം തീയതി എന്നെ കൊണ്ട് തന്നെ അവിടെ സുവിശേഷം പ്രഘോഷിപ്പിച്ചു. ഇത് എനിക്ക് ഭയങ്കര, അവിടെ ആ നാട്ടിൽ വലിയ അത്ഭുതമാണ്. 6 വർഷമായിട്ട് അടഞ്ഞു കിടന്നിരുന്ന ആ ഒരു വലിയ ബിൽഡിംഗ് ഒരു ധ്യാനകേന്ദ്രമായി മാറിയിരിക്കുന്നു. ഇതാണ് പ്രവചനത്തിൻ്റെ ശക്തി, പ്രവചനം. അപ്പോൾ ഇനി ഒരുപക്ഷെ എല്ലാ മാസവും അവിടെ ധ്യാനം നടത്തണമെന്നാണ് പറഞ്ഞത്. തുടർച്ചയായിട്ട് അവിടെ ശുശ്രൂഷ വേണം. അതുകൊണ്ട് തുടർച്ചയായിട്ട് ഞാനും അവിടെ പോകേണ്ടി വരും. അങ്ങനെ സുവിശേഷത്തിന് പുതിയ ചക്രവാളം തുറക്കണമെന്ന് നമുക്ക് പ്രവചനമുണ്ടായി. പുതിയ ശുശ്രൂഷകൾ ആരംഭിക്കും, പുതിയ ചക്രവാളം തുറക്കും, പുതിയ ശുശ്രൂഷകൾ ആരംഭിക്കും. ഈ പ്രവചനങ്ങളുടെയൊക്കെ പൂർത്തീകരണമാണ് ഇതെല്ലാം. അതുപോലെ 5-6 മാസം മുമ്പ് ഒരു പ്രവചനമുണ്ടായി. ജർമ്മനിയിലെ പ്രവചന വർക്ക്ഷോപ്പിൻ്റെ സമയത്ത് ഒരാൾക്കുണ്ടായ പ്രവചനമായിരുന്നു, തോമസ് പോള് കാനഡയിൽ പോകണം. അപ്പോൾ എനിക്ക് യാതൊരു സൂചനയില്ല, യാതൊരു ഇൻവിറ്റേഷനും ഇല്ല പോകാനായിട്ട്. പക്ഷേ ഈ മാസം ആദ്യത്തിൽ അവിടുന്ന് പെട്ടെന്നൊരു ഇൻവിറ്റേഷൻ വന്നു. അവരുദ്ദേശിച്ചത് എപ്പോഴാണ് സൗകര്യം. ഞാൻ പറഞ്ഞു സൗകര്യം ഇനി അടുത്ത വർഷം ജനുവരി അത്രേ ഉള്ളൂ. പക്ഷേ ഇപ്പം ഒരു ധ്യാനം ഇവിടെ ക്യാൻസലായിട്ടുണ്ട്, അടുത്ത ആഴ്ച വേണമെങ്കിൽ വരാം. ഞാനിവിടെ അമേരിക്കയിൽ തന്നെയുണ്ട്. അടുത്ത ആഴ്ച വേഗം വായോ. ഉടനെ എല്ലാ പെർമിഷനുകളും പടപടേന്നായി. പിറ്റേ ആഴ്ച കാനഡയിൽ ചെന്നു. അങ്ങനെ ഒരു പുതിയ ഡോർ തുറന്നു. ഇനി അവിടെ ഉടനെ വീണ്ടും വരണമെന്നാണ് പറയുന്നത്. സ്നേഹമുള്ളവരെ, ഇത് പ്രവചനവരത്തിനെ കുറിച്ചുള്ള ഒരു ബോധ്യമാണ്. കർത്താവ് പ്രവചിക്കുന്ന കാര്യങ്ങൾ നമ്മളിലൂടെ നടത്തും. അങ്ങനെയാണ് സുവിശേഷം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. വരുവിൻ, നമുക്കെല്ലാവർക്കും ഒന്നുകൂടി സ്തുതിച്ച് പ്രവചനത്തിനായിട്ട് നമുക്ക് ദാഹിക്കാം. നിങ്ങളെല്ലാവരും പ്രവചനം ആഗ്രഹിക്കുന്നു. നന്ദി കർത്താവേ, നന്ദി. ഈ പറഞ്ഞതെല്ലാം 2 കാര്യമുണ്ട് പറയാൻ. ഒന്ന്, ഓരോ പ്രവചനം പൂർത്തിയാകുമ്പോൾ കർത്താവിന് വളരെയധികം നന്ദി പറയണം. കാരണം കർത്താവ് തൻ്റെ അധരത്തിലൂടെ പറഞ്ഞത് കർത്താവ് തന്നെ പൂർത്തീകരിച്ചു എന്നുള്ളതാണ്. നമ്മളൊന്നും ചെയ്തിട്ടല്ല ഇതൊക്കെ നടന്നത്, കർത്താവ് തന്നെ പൂർത്തീകരിച്ചു. കർത്താവേ, നന്ദി കർത്താവേ. അതുകൊണ്ട് വീണ്ടും ഞങ്ങൾ വലിയ
കാര്യങ്ങൾക്ക് വേണ്ടി ദാഹിക്കുന്നു. പ്രവചനത്തിലൂടെ അങ്ങ് വലിയ കാര്യങ്ങൾ ഞങ്ങളോട് സംസാരിക്കുന്നു. അത് സംഭവിക്കും. 2 കൊരിന്ത്യർ 2:12. ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കാൻ ഞാൻ ത്രോവാസിൽ ചെന്നപ്പോൾ കർത്താവിൽ എനിക്കായ ഒരു വാതിൽ തുറക്കപ്പെട്ടു. എല്ലാവരും ഒന്നുകൂടി പ്രാർത്ഥിച്ചേ. പരിശുദ്ധാത്മാവേ, എല്ലാ പ്രവാചകന്മാരും കരമുയർത്തി ഒന്നുകൂടി സ്തുതിക്കുക. പരിശുദ്ധാത്മാവേ, പ്രവചനവരം ഞങ്ങളിൽ നൽകണമേ, ജ്വലിപ്പിക്കണമേ. Let the anointing of the Lord come down. Let the anointing of the Lord come down. പരിശുദ്ധാത്മാവേ, അഭിഷേകം നൽകണേ. പ്രവചനത്തിനായി അഭിഷേകം നൽകണേ. പ്രവചനത്തിനായി അഭിഷേകം നൽകണേ. പരിശുദ്ധാത്മാവേ, എല്ലാവരും പ്രാർത്ഥിക്കൂ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അഭിഷേകം നൽകണേ. അഭിഷേകം നൽകണേ. ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള പ്രവചനങ്ങളെക്കുറിച്ച് നന്ദി പറയുന്നു. അതെല്ലാം പൂർത്തിയാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പ്രവചനം പൂർത്തിയാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവേ, പ്രവചനം നൽകണമേ. പ്രവചനങ്ങൾ സാക്ഷാത്കൃതമായി ഇതാ ഞാൻ പുതിയ കാര്യങ്ങൾ പ്രസ്താവിക്കുന്നു. മുള പൊട്ടുന്നതിന് മുൻപേ ഞാൻ നിങ്ങൾക്ക് അവയെപ്പറ്റി അറിവ് നൽകുന്നു. അതാണ് പ്രവചനം. ആമോസ് 3:7. ദൈവമായ കർത്താവ് തൻ്റെ ദാസരായ പ്രവാചകന്മാർക്ക് തൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്താതെ ഒന്നും ചെയ്യുന്നില്ല. പ്രൈസ് ദ ലോർഡ്. എല്ലാവരും ഒന്ന് ഏറ്റുപറഞ്ഞ്, ദൈവമായ കർത്താവ് തൻ്റെ ദാസരായ പ്രവാചകന്മാർക്ക് തൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്താതെ ഒന്നും ചെയ്യുന്നില്ല. വിശ്വസിക്കുന്ന കർത്താവേ, ഒന്നും അവന് അസാധ്യമായിരുന്നില്ല. മരിച്ചിട്ടും അവൻ പ്രവചിച്ചു. പ്രഭാഷകൻ 48:13. കർത്താവേ, പ്രവചനവരത്തിനായി ഞങ്ങൾ ദാഹിക്കുന്നു. ഞങ്ങളെല്ലാവരിലും പ്രവചനവരം തുറക്കട്ടെ. ശലബല ഹലബല. ഒരിക്കൽ കൂടി എല്ലാവരും, let the anointing of the Lord come down. Let the anointing of the Lord come down. Halabala halabala halabala. Sharamakara kira labura makara kira lambiya lakara miya lambiya lambiya lambara makura. എൻ്റെ വാത്സല്യഭാചനങ്ങളെ, എൻ്റെ അഭൂതപൂർവമായ ശക്തി, എൻ്റെ അഗ്രാഹ്യമായ ശക്തി ഞാൻ നിങ്ങളിൽ നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ വിശ്വാസം ഞാൻ വർദ്ധിപ്പിക്കുന്നു. നിങ്ങൾ എൻ്റെ അത്യഗ്രാഹ്യമായ ശക്തിയിൽ മുട്ടുവിൻ. അത് തുറക്കപ്പെടും. അത് നിങ്ങളിൽ അത്ഭുതങ്ങൾ നടത്തും. നിങ്ങളുടെ ജീവിതം അത്ഭുതകരമായ ഒരവസ്ഥയായി മാറും. നിങ്ങളുടെ ജീവിതം തന്നെ ഒരത്ഭുതമായി മാറും. എൻ്റെ ജീവിതവും നിങ്ങളുടെ ജീവിതവും ഒന്നിച്ചായിരിക്കുന്നു ഇപ്പോൾ തന്നെ. നിങ്ങളുടെ ബലഹീനതകളെക്കുറിച്ചോ നിങ്ങളുടെ പാപത്തെക്കുറിച്ചോ വിഷമിക്കാതെ അവയെല്ലാം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് വിശ്വസിക്കുവിൻ. അതൊന്നും എന്റെ വരദാന പ്രവർത്തികൾക്ക് തടസ്സമാകുന്നില്ല. കാലമക്കുറ ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന വരദാനങ്ങളെ കൂടുതൽ ജ്വലിപ്പിക്കുവിൻ. ഉത്കൃഷ്ടമായ ദാനങ്ങൾക്ക് വേണ്ടി തുടർച്ചയായി പ്രാർത്ഥിക്കുവിൻ. നിങ്ങളിൽ വലിയ കാര്യം ഞാൻ ചെയ്യും. നിങ്ങളുടെ വിശ്വാസത്തെ ഞാൻ ബഹുമാനിക്കുന്നു. 1052 ദിവസമായി പ്രബോധനം പഠിക്കുന്ന നിങ്ങൾക്ക് ഞാൻ വലിയ കാര്യങ്ങൾ നൽകും. ഉള്ളവന് കൂടുതൽ കൊടുക്കപ്പെടും. ഇല്ലാത്തവരിൽ നിന്നുള്ളത് കൂടി എടുക്കപ്പെടും.
നിങ്ങൾക്ക് ഞാൻ ഇതാ കൂടുതൽ അഭിഷേകം നൽകുന്നു, കൂടുതൽ വരങ്ങൾ തുറക്കുന്നു, കൂടുതൽ ജ്ഞാനം നൽകുന്നു, കൂടുതൽ ദൈവിക രഹസ്യങ്ങളെ ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തും. ശകലമക്കുറ റവലമക്കുറ, നിങ്ങളുടെ മാനുഷിക ചിന്തകളെ ഞാൻ നിർവീര്യമാക്കിക്കൊണ്ട് നിങ്ങളിൽ എന്റെ ദൈവിക ചിന്തകൾ ഞാൻ തുറക്കുന്നു. ശക്കു ശക്കു ശക്കുലമുറക്കീര ലമുറമക്കുറ അറമക്കീര, നിങ്ങളുടെ ദൈവിക ചിന്തകളെ ഞാൻ ജ്വലിപ്പിക്കുന്നു. നിങ്ങൾക്ക് എന്നെ പോലെ ചിന്തിക്കാനുള്ള കഴിവ് ഞാൻ നൽകിയിട്ടുള്ളത് ഇതാ തുറക്കുന്നു, തുറക്കുന്നു, തുറക്കുന്നു. ലംബു ലംബു ലക്കാറ മക്കാറ, നിങ്ങളുടെ അറിവും നിങ്ങളുടെ ജ്ഞാനവും എന്റെ ജ്ഞാനത്തോട് ഞാൻ ഒട്ടിച്ചു ചേർക്കുന്നു. റബ്ബറമക്കൂറ, ഞാനൊരു പുതിയ പ്രവാചക ഗണത്തെ പടുത്തുയർത്തുന്നു. ഒരു പുതിയ പ്രവാചക ഗണത്തെ ഞാനിതാ പടുത്തുയർത്തുന്നു. നിങ്ങൾ പ്രവചിക്കുമ്പോൾ ലോകം മുഴുവനിലും അത് പ്രസരിക്കുന്നു. അത് വലിയ കാര്യങ്ങൾ ലോകത്തിൽ നടത്തും, സഭയിൽ നടത്തും, കുടുംബങ്ങളിൽ നടത്തും. അങ്ങനെ പുതിയ ജെറുസലേം ഞാൻ പടുത്തുയർത്തും. പുതിയ ജെറുസലേം, പുതിയ ജെറുസലേം. പഴയ ജെറുസലേമിനെ പ്രവാചകരിലൂടെ ഞാൻ പടുത്തുയർത്തിയ പോലെ പുതിയ ജെറുസലേം നിങ്ങളാകുന്ന പ്രവാചകരിലൂടെ ഞാൻ പടുത്തുയർത്തും. ശലമക്കുറ ലംബറമക്കുറ, ഞാനാണിതരണി ചെയ്യുന്നത്, ഞാനത് ചെയ്യുക തന്നെ ചെയ്യും. ആമേൻ, 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 ആമേൻ. പ്രൈസ് ദ ലോർഡ്. എല്ലാവരും ആമേൻ പറഞ്ഞ് സ്വീകരിക്കുക മക്കളെ. എല്ലാവരും അത് സ്വീകരിക്കുവിൻ, എല്ലാവരും അത് സ്വീകരിക്കുവിൻ. താങ്ക് യു ജീസസ്, താങ്ക് യു ലോർഡ്. ശല ഹലബല 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 ഹലബല. താങ്ക് യു ജീസസ്, താങ്ക് യു. നന്ദി കർത്താവേ, നന്ദി, നന്ദി കർത്താവേ, നന്ദി. ഇപ്പോൾ ഈ പ്രവചനത്തിനെ സ്ഥിരീകരിക്കുന്നതിനായിട്ട് കർത്താവ് രോഗശാന്തികൾ ഇപ്പോൾ നൽകുന്നു. കർത്താവ് തന്നെ അരുളി ചെയ്തു, ലോകമെല്ലാം പോയി പ്രഘോഷിച്ചു. ഞാൻ അവരോടൊപ്പം പ്രവർത്തിച്ചു, അവരുടെ പ്രബോധനത്തെ സ്ഥിരീകരിച്ചു അടയാളങ്ങൾ കൊണ്ട്. ഇന്നലെ ഇതുപോലത്തെ പ്രവചനത്തിലുണ്ടായ അടയാളം സ്ഥിരീകരിച്ചുകൊണ്ട് ഷാജിക്ക് ഇന്നലെ സൗഖ്യം കിട്ടിയ ഒരു സന്ദേശം വന്നു. അത് ഞാനിവിടെ കേൾപ്പിക്കാം. ഇന്നലത്തെ കാറ്റഗിസത്തിന് രാവിലെ ബ്രദർ എലിവേദന പറഞ്ഞിട്ടുണ്ടായില്ലേ ഒന്നാമത്തത്. പക്ഷെ അപ്പൊ എനിക്ക് അങ്ങനെ വലിയ വ്യത്യാസമൊന്നും തോന്നിയില്ലായിരുന്നു ആ സമയത്ത്. പക്ഷെ അത് കഴിഞ്ഞ് ഇതുവരെ എനിക്ക് ആ വേദന, എനിക്ക് കാലത്ത് എണീറ്റ് എനിക്ക് നടക്കാൻ പറ്റില്ല, ഭയങ്കര പെയിനായിരുന്നു അത്. അപ്പൊ ഞാൻ ഡോക്ടറിനെ കണ്ടു കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു അവിടെ ഒരു വെയിൻ ജാം ഉണ്ടാവും, MRI എടുക്കണമെന്ന് പറഞ്ഞു നിൽക്കണായിരുന്നു. പക്ഷെ ഞാൻ അത് വേണ്ടാന്ന് വെച്ച് നിൽക്കുക. അപ്പൊ ഇന്ന് ശരിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് പെയിൻ ഉണ്ടായിട്ടില്ല. അപ്പൊ പ്രൈസ് ദി ലോർഡ്, വലിയൊരു അടയാളം തന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ പ്രവചനങ്ങൾ സ്ഥിരീകരിക്കപ്പെടുന്നത്. ഇത് രണ്ട് കാര്യമാണ്. ഒന്ന്, ഈ ഷാജി ഒരടയാളമായി മാറി. രണ്ട്, ആ അടയാളത്തിലൂടെ ഇന്നത്തെ ആ പ്രവചനം കർത്താവ് സ്ഥിരീകരിച്ചിരിക്കുന്നു. എന്നപോലെ ഇപ്പോൾ ഇതാ കർത്താവ് സൗഖ്യത്തിൻ്റെ സന്ദേശം തരാൻ പോവുകയാണ്. ഈ കഴിഞ്ഞ ധ്യാനങ്ങളിലെല്ലാം അതൊരു വലിയ വിശേഷമായിരുന്നു. അവിടെ പരസ്യമായിട്ട് ഇത് പ്രവചിച്ചു കഴിഞ്ഞ ഉടനെ ഒരു സന്ദേശം, ഉടനെ ആളുകൾ ഓടി വന്ന് അത് സാക്ഷ്യപ്പെടുത്തുന്നു. കുറച്ചാൾ മുമ്പ് സാബു അരത്തോട്ടിലിൻ്റെ അവിടെ നടത്തിയ ധ്യാനങ്ങൾക്ക് അത് വളരെ അവർക്ക് അത് പറയുമ്പോഴേക്കും കൃത്യമായിട്ട് ഓടി വന്ന് അവരെല്ലാവരും സാക്ഷ്യപ്പെടുത്തിയിരുന്നു. ഇപ്പം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇപ്പോൾ ഉള്ള ഈ പ്രസക്തമായ ഈ പ്രവചനത്തിനെ സ്ഥിരീകരിക്കുന്ന ആദ്യത്തെ ഒരെണ്ണം, മുഴ മാറുന്നു. ശബ്ദമായിട്ടാണ് ഞാനിത് കേൾക്കുന്നത്. ഇപ്പോൾ മുഴ മാറുന്നു. ഒരാളുടെ ശരീരത്തിലുള്ള ചെറിയ ഒരു മുഴയാണ്. അത് മുഴ ചെറുതെന്നുള്ളതിൻ്റെ അല്ല, അത് എന്താവും, അത് ക്യാൻസർ ആവോ എന്ത് വെച്ചാൽ ഇങ്ങനെ ഭയന്നിരിക്കുകയാണ്. അതിന് ബയോപ്സിക്ക് അയക്കണോ, ഓപ്പറേഷൻ ചെയ്യണോ, അങ്ങനെയുള്ള ഭയം.
തരുന്ന ഒരു മുഴ കർത്താവ് എടുത്ത് മാറ്റുന്നു. ഇപ്പോൾ തന്നെ മാറിയിരിക്കുന്നു. കർത്താവിന് സ്തുതി. അതാണ് കർത്താവിൻ്റെ സൂപ്പർ നാച്ചുറൽ ശക്തിയെക്കുറിച്ച് തന്നെയായിരുന്നു ഇന്നത്തെ പ്രവചനം. മഴ മാറുന്നു. രണ്ടാമത് ചെവിയിൽ പഴുത്തിട്ട് ജലം പുറത്തേക്ക് വരുന്നു. ചെവി പഴുത്ത് ജലം പുറത്തേക്ക് വരുന്നു. ദുർഗന്ധമുണ്ട് അതിന്. അങ്ങനെയുള്ള ഒരാളെ കർത്താവ് സുഖപ്പെടുത്തുന്നു. ചെവി. ഇനി മൂന്നാമതായിട്ട് ചങ്കിലുള്ള വേദന കർത്താവ് സുഖപ്പെടുത്തുന്നു. ചങ്ക്. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ്. 1, ഒരു മുഴ മാറുന്നു. 2, ചെവിയിലുള്ള പഴുപ്പ് സൗഖ്യപ്പെടുത്തുന്നു. 3, ചങ്കിലുള്ള വേദന മാറുന്നു. ഓക്കെ, നമുക്ക് തുടർന്ന് സ്തുതിച്ച് നന്ദി പറയാം. വലിയ ശക്തമായ ഈ പ്രവചനത്തെ നന്ദി പറയാം. അത് തീർച്ചയായിട്ടും കർത്താവ് നടത്തുക തന്നെ. അങ്ങനെ സഭയിൽ ഒരു പുതിയ പ്രവാചക ഗണം ഉണ്ടാവും. ഹലബല 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 ഹലബല. Let the anointing of the Lord come down. ഇത് നിങ്ങൾ പാടിക്കൊണ്ടിരിക്കുക. കർത്താവ് അങ്ങയുടെ ത്രിവിധ അഭിഷേകം ഞങ്ങളിൽ നിറയണേ. ത്രിവിധ അഭിഷേകം. യെസ്, നമ്മുടെ ഈ പഠനത്തിലേക്ക് പ്രവേശിക്കുന്നു. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സഹാരഹസ്യത്തിൻ്റെ കൗദാശി ആഘോഷത്തിൽ ആരാധനാ വത്സരം, അതോടൊപ്പം ആരാധനാ വത്സരത്തിൽ വിശുദ്ധരുടെ സ്മരണകൾ, പ്രത്യേകിച്ച് ലത്തീൻ ആരാധനാക്രമത്തിൽ ഓരോ ദിവസവും വിശുദ്ധരെ ഓർക്കുന്നു. അങ്ങനെ ഒരു വർഷത്തിൽ എല്ലാ ദിവസവും ഈ വിശുദ്ധരുടെ ഓർമ്മ. ഇന്ന് ആൻഡ്രൂ കിം ടിയോഗാൻ, മാർട്ടയർ, പോൾ ചോങ് എന്നീ വിശുദ്ധരുടെ ഓർമ്മയാണ്. അപ്പോൾ 1173 പറയുന്നത് സഭാണ്ടുവട്ടത്തിൽ രക്തസാക്ഷികളുടെയും മറ്റു വിശുദ്ധരുടെയും അനുസ്മരണം കൊണ്ടാടുമ്പോൾ പീഡ സഹിക്കുകയും, എന്താണ് അതിൻ്റെ പശ്ചാത്തലം എന്നാണ് നമ്മൾ പഠിക്കുന്നത്. പീഡ സഹിക്കുകയും ക്രിസ്തുവിനോട് കൂടി മഹത്വീകൃതരാകുകയും ചെയ്ത, അതാണ്. ആരാണ് ഈ വിശുദ്ധർ? പീഡ സഹിക്കുകയും ക്രിസ്തുവിനോടുകൂടി മഹത്വീകൃതരാകുകയും ചെയ്ത സ്ത്രീകളും പുരുഷന്മാരുമായ അവരിൽ പെസഹാരഹസ്യം പ്രഘോഷിക്കുകയാണ്. പെസഹാരഹസ്യം പ്രഘോഷിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. പീഡ സഹിക്കുകയും ക്രിസ്തുവിനോടുകൂടി മഹത്വീകൃതരാകുകയും ചെയ്ത സ്ത്രീകളും പുരുഷന്മാരും അവരിൽ പെസഹാരഹസ്യം പ്രഘോഷിക്കുകയാണ്. ക്രിസ്തുവിലൂടെ എല്ലാ മനുഷ്യരെയും പിതാവിലേക്ക് അടുപ്പിക്കുന്ന, എല്ലാ മനുഷ്യരെയും പിതാവിലേക്ക് അടുപ്പിക്കുന്ന മാതൃകകളായി അവരെ വിശ്വാസികൾക്ക് നിർദ്ദേശിച്ചു കൊടുക്കുകയും അവരുടെ യോഗ്യതകൾ വഴി ദൈവാനുഗ്രഹങ്ങൾ യാചിക്കുകയും ചെയ്യുന്നു. ഇത് രണ്ടാം വത്തിക്കാൻ സൂനഹദോസിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഡോഗ്മാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനായ സാക്രസാൻഡം കൗൺസീലിയം, അതിൽ നിന്ന് ഉള്ള പ്രബോധനമാണ്. ക്രിസ്തുവിലൂടെ എല്ലാ മനുഷ്യരെയും പിതാവിലേക്ക് അടുപ്പിക്കുന്ന മാതൃകകളായി അവരെ വിശ്വാസികൾക്ക് നിർദ്ദേശിച്ച് കൊടുക്കുകയും അവരുടെ യോഗ്യതകൾ വഴി ദൈവാനുഗ്രഹങ്ങൾ യാചിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ വേറൊരു ഭാഗം ഓർക്കുകയാണ്. 1368 കുർബാന സഭയുടെ കൂടെ ബലിയാണ്. ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ
തൻ്റെ ശിരസിൻ്റെ സമർപ്പണത്തിൽ ഭാഗമാക്കാവുന്നു. അവിടത്തോടുകൂടെ അവൾ മുഴുവനായി സമർപ്പിക്കപ്പെടുന്നു. എല്ലാ മനുഷ്യർക്കും വേണ്ടി പിതാവിൻ്റെ മുൻപാകെ അവിടുന്ന് വഹിക്കുന്ന ഈ മാധ്യസ്ഥത്തോട് സഭ തന്നെ ചേർക്കുന്നു. സഭ കുർബാനയിൽ ക്രിസ്തുവിൻ്റെ ബലി അവിടുത്തെ ശരീരത്തിൻ്റെ അവയവങ്ങളുടെയും ബലിയായിത്തീരുന്നു. കണ്ടോ? അപ്പോൾ ക്രിസ്തുവിനോടൊപ്പം പീഡ സഹിച്ച് മരിക്കുന്ന ക്രിസ്തുവിനോടൊപ്പം നമ്മളെല്ലാവരും ആ ക്രിസ്തുവിൻ്റെ ശരീരത്തിലുള്ളത് കൊണ്ട് നമ്മളെല്ലാവരും ചേർന്നാണ് ഈ ബലി അർപ്പണം നടത്തുന്നത്. കുർബാനയിൽ ക്രിസ്തുവിൻ്റെ ബലി അവിടുത്തെ ശരീരത്തിൻ്റെ അവയവങ്ങളുടെയും ബലിയായിത്തീരുന്നു. വിശ്വാസികളുടെ ജീവിതം അവരുടെ സ്തുതിയും സഹനവും പ്രാർത്ഥനയും അധ്വാനവും എല്ലാം ക്രിസ്തുവിൻ്റേതിനോട് അവിടുത്തെ സമഗ്ര സമർപ്പണത്തോട് ചേർക്കപ്പെടുന്നു. അങ്ങനെ അവ പുതിയ മൂല്യം കൈവരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ സഹനങ്ങളെല്ലാത്തിനും ഒരു പുതിയ മൂല്യം വരുന്നത് അത് ക്രിസ്തുവിൻ്റെ ബലിയോട് ചേർക്കപ്പെട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുമ്പോഴാണ്. ഇപ്പം ഞാൻ ചിന്തിക്കാറുണ്ട്, ഈ ശബരിമലയ്ക്കും പഴനിക്കുമൊക്കെ പോകുന്ന അയ്യപ്പന്മാർ വെളുപ്പിന് 2-3 മണിക്ക് അവർ കുളത്തിൽ പോയി കുളിച്ച് അവരുടെ തലയിൽ ഭാണ്ഡം വെച്ച് കാൽനടയായി അവർ നടന്ന് അവരുടെ ഒരു തരത്തിലുള്ള പ്രാർത്ഥനകളെല്ലാം അർപ്പിച്ചവർ വളരെയധികം സഹനത്തിൻ്റെ ഒരു ആചാരമാണത്. പക്ഷേ അതുപോലെയുള്ള ആചാരം നമ്മൾ നടത്തുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ഉണ്ടാകുമായിരിക്കും. എന്നാൽ അവരുടെ എല്ലാ ആഡംബരങ്ങളും മാറ്റി വെറും കറുത്ത ഒരു തുണി കൊടുത്ത് കഴിയുന്നവരും പകുതി നഗ്നരായിട്ട് വേറെ ഒരു വസ്ത്രം അണിയാതെ MK ഗാന്ധിയെ പോലെ ക്രിസ്തുവിൻ്റെ ദാരിദ്ര്യം, പക്ഷെ അത് ക്രിസ്തുവുമായിട്ട് ബന്ധപ്പെടുത്തിയല്ല അവർ ചെയ്യുന്നത്. എന്നാൽ അവർ ആ സഹനം ക്രിസ്തുവുമായിട്ട് ബന്ധപ്പെടുത്തുകയായിരുന്നുവെങ്കിൽ എന്തോ ഒരു വലിയ ഒരു സൗഭാഗ്യമായതിനെ, അതിന് ഒരു പുതിയ മൂല്യം കൈവരിക്കുമായിരുന്നു. അതാണ് നമ്മൾ സഹിക്കുന്നുണ്ട്, നമ്മളെല്ലാവരും സഹിക്കുന്നുണ്ട്. നമ്മൾ പലപ്പോഴും പ്രാഗിയാണ് സഹിക്കുന്നത്. ദുരിതം, എന്തിനിങ്ങനത്തെ ജീവിതം, എന്തിനെന്നെ ഇങ്ങനെ സൃഷ്ടിച്ചു, എന്തിനീ കഷ്ടതകൾ. ഇങ്ങനെയല്ല രക്തസാക്ഷികൾക്ക് സന്തോഷമായിരുന്നു സഹിക്കാൻ. അതെങ്ങനെയാണ് സന്തോഷം വരുന്നത്? ലോറൻസിനെ ചുട്ട് കരിക്കുകയാണ്. ലോറൻസിന്റെ ഒരു വശം ചുട്ട് കരിച്ചപ്പോൾ ലോറൻസ് ചിരിച്ചുകൊണ്ട് പറയാണ്, എൻ്റെ മറുവശവും ചുട്ടു, എന്നെ മറിച്ചിടാൻ. എങ്ങനെ സന്തോഷം വരുന്നു? ഇത് പറയണ എനിക്ക് ഭയങ്കര പ്രയാസമാണ് സഹിക്കാൻ. എന്നാലും ഞാൻ പറയാണ്, ജീവിതത്തിൽ എന്നെ വളരെ വിശ്വാസത്തിൽ വളർത്തിയ വിശുദ്ധരാണ് ഈ ലോറൻസും, അതുപോലെ അപ്പസ്തോലന്മാരിൽ, അതുപോലെ മർക്കോസിനെ കുതിരവാലിൽ കെട്ടിയിട്ട് അലക്സാണ്ട്രിയയിലെ തെരുവുകളിൽ വലച്ചിരച്ചത്. അപ്പോൾ ഈ പ്രവാചകരുടെ ജീവിതമായാലും അപ്പസ്തോലന്മാരുടെ വിശ്വാസമായാലും സഭയിലെ ആദ്യത്തെ 3 നൂറ്റാണ്ട് കാലത്തെ രക്തസാക്ഷികളുടെ ജീവിതം നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇതാണ്: അവരും കൂടി യേശുവിൻ്റെ ബലിയിൽ ഭാഗമാക്കുകളായിരുന്നു. അങ്ങനെ അവ പുതിയ മൂല്യം കൈവരിക്കുന്നു. അൾത്താരയിൽ സന്നിഹിതമായിരിക്കുന്ന ക്രിസ്തുവിൻ്റെ ബലി ക്രിസ്ത്യാനികളുടെ എല്ലാ തലമുറകൾക്കും ക്രിസ്തുവിൻ്റെ സമർപ്പണത്തോട് തങ്ങളെ തന്നെ ചേർക്കാൻ സാധ്യത നൽകുന്നു. നമ്മൾ റോം സന്ദർശിക്കുന്നവർ എല്ലാവരും തന്നെ സന്ദർശിക്കുന്ന ഒന്നാണ് കാറ്റാക്കോംസ്, ഭൂഗർഭ ശ്മശാനങ്ങൾ.
സഭ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു സ്ത്രീയായി മിക്കപ്പോഴും ചിത്രീകരിക്കപ്പെട്ടിരുന്നു. അവളുടെ കൈകൾ പ്രാർത്ഥനാരൂപത്തിൽ നീട്ടപ്പെട്ടിരിക്കുന്നു. ക്രിസ്തു കുരിശിൽ തന്റെ കൈകൾ വിരിച്ചു പിടിച്ചിരിക്കുന്നത് പോലെ അവൾ അവനിലൂടെ, അവനോടുകൂടെ, അവനിൽ തന്നെ സമർപ്പിക്കുകയും എല്ലാ മനുഷ്യർക്കും വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയും ചെയ്യുന്നു. അവൾ അവനിലൂടെ, അവനോടുകൂടെ, അവനിൽ തന്നെ സമർപ്പിക്കുന്നു. അപ്പോ ഇതേത് കുർബാനക്രമത്തിലായാലും, ലത്തീൻ കുർബാനക്രമത്തിൽ എല്ലാ ദിവസത്തെയും വിശുദ്ധരുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് കുർബാന അർപ്പിക്കുന്നത്. എന്നാൽ മറ്റ് കുർബാനക്രമത്തിലെ മധ്യസ്ഥ പ്രാർത്ഥനകളിൽ പേരെടുത്ത് പറയുന്നില്ലെങ്കിലും ഈ ബലി, ക്രിസ്തുവിന്റെ ബലി എല്ലാവരുടെയും ബലിയാണ്. അപ്പോൾ ഇവിടെ മാതൃക, ക്രിസ്തുവിലൂടെ എല്ലാ മനുഷ്യരെയും പിതാവിലേക്ക് അടുപ്പിക്കുന്ന മാതൃകകളായി അവരെ വിശ്വാസികൾക്ക് നിർദ്ദേശിച്ചു കൊടുക്കുകയും അവരുടെ യോഗ്യതകൾ വഴി ദൈവാനുഗ്രഹങ്ങൾ യാചിക്കുകയും ചെയ്യും. എന്തിനാണ് നമ്മൾ വിശുദ്ധരെ ബഹുമാനിക്കുന്നത്? പ്രധാനമായിട്ടും അവർ ക്രിസ്തുവിനെ എങ്ങനെ അനുധാവനം ചെയ്തു, ക്രിസ്തുവിൻ്റെ ഏത് കാര്യമാണ് അവരെ സ്പർശിച്ചത്, ഏത് വചനമാണ് അവരെ സ്പർശിച്ചത്. അവരെ കോപ്പിയടിക്കാനല്ല, അവരെ മാതൃകകളാക്കാൻ എന്ന് പറഞ്ഞാൽ അവരനുഭവിച്ച പോലെ ക്രിസ്തു വചനത്തിൻ്റെ ഉദാഹരണത്തിന് സഹനം വരുമ്പോൾ ആണ് നമ്മൾ വളരെയധികം വിഷമിക്കുന്നത്. ബർത്തലോമിയോവിൻ്റെ തൊലി ഉരിഞ്ഞെടുക്കുകയാണ്. നിന്നെ ഞാൻ തൊലി ഉരിഞ്ഞെടുക്കും, തിളച്ച എണ്ണയിൽ മുക്കും, എന്നിട്ടും നീ യേശുവിൽ വിശ്വസിക്കുന്നോ? യെസ് യെസ്, എൻ്റെ കർത്താവിലല്ലാതെ എനിക്ക് മറ്റൊന്നുമില്ല, ഞാൻ ആനന്ദിക്കും. അങ്ങനെ ബർത്തലോമിയോന്റെ തൊലി ഉരിഞ്ഞെടുത്തു. അപ്പോഴും ബർത്തലോമിയ സന്തോഷത്തോടെ ഈശോയെ ഏറ്റു പറയുകയാണ്. തിളച്ച എണ്ണയിൽ മുക്കി. ആ സമയത്ത് ബർത്തലോമിയോ എന്തായിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുക? പ്രൈസ് ദ ലോർഡ്, കർത്താവേ, എനിക്കിങ്ങനെ ഒരു പ്രത്യേക സഹനവരം തന്നതിന് ഞാൻ നന്ദി പറയുന്നു. നിന്നോടൊപ്പം ഞാൻ ഇതാ മരിക്കാനും നിന്റെ അടുത്ത് വേഗം എത്താനും വേണ്ടി ഉള്ള എൻ്റെ ആഗ്രഹമാണിത്. അങ്ങനെ ശരീരം മുഴുവനും തീയിൽ തിളച്ച എണ്ണയിൽ ഉരുകുമ്പോഴും അവർക്ക് വാസ്തവത്തിൽ വേദനയായിരിക്കില്ല, വേദന സന്തോഷമായി മാറും. വേദന ക്രിസ്തുവിലുള്ള വേദനയുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അത് ആനന്ദമായിട്ട് മാറുന്നു. നമ്മൾക്ക് ജീവിതത്തിലുള്ള സഹനങ്ങളെ ഒരു നിമിഷം ഒന്ന് ഓർക്കാം. ഇപ്പം തന്നെ ഒരു നിമിഷം ഒന്ന് ഓർക്കാം. നമ്മളുടെ ജീവിതത്തിലുള്ള വേദനകളെ ഒരു നിമിഷം ഒന്ന് ഓർക്കാം. അതിനെ ക്രിസ്തുവിൻ്റെ സഹനത്തോടൊന്ന് ചേർക്ക്. ദൈവമറിയാതെ ഒന്നും സംഭവിക്കില്ല എന്ന് വിശ്വസിക്കുകയും, ദൈവമറിയാതെ ഒന്നും സംഭവിക്കില്ല, ദൈവമറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും, ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും, കഷ്ടതകളില്ല വിടന്ന് സുനിശ്ചിതമായ തുണയാണ്. സങ്കീർത്തനം 46. ഭൂമി ഇളകിയാലും പർവ്വതങ്ങൾ സമുദ്രമധ്യത്തിൽ അടർന്നു പതിച്ചാലും ഞാൻ കുലുങ്ങുകയില്ല. ജലം പതഞ്ഞുയർന്നിരമ്പിയാലും അതിൻ്റെ പ്രകമ്പനം കൊണ്ട് പർവ്വതങ്ങൾ വിറകൊണ്ടാലും നാം ഭയപ്പെടുകയില്ല. ദൈവമാണ് നമ്മോടെ. കണ്ടോ, ഇത് പാടുമ്പോൾ ഈശോയുടെ സഹനത്തോട് ചേരുമ്പോഴാണ്
നമുക്കൊരു ഭയവുമില്ലാതിരിക്കുന്നത്. നമുക്ക് ഭയം ഉണ്ടാകുന്നത് ഈശോ എങ്ങാണ്ട് മാറിയിരിക്കണമായി തോന്നുമ്പോഴാണ്. നമ്മൾ ഈശോയുടെ ശരീരത്തിലാണ്. നമ്മൾ മനുഷ്യാവതാരം മുതൽ തന്നെ ഈശോയുടെ ശരീരത്തിലാണ്. മനുഷ്യാവതാരത്തിലൂടെ ഈശോയുടെ ശരീരത്തിലായ നമ്മൾ കുരിശിൽ ഈശോയുടെ ശരീരത്തിലാണ്. ഈശോ മരിച്ച് അടക്കപ്പെട്ടപ്പോൾ ഈശോയുടെ ശരീരത്തിലാണ്. ഈശോ ഉയർത്തപ്പെട്ടപ്പോൾ ഈശോയുടെ ശരീരത്തിലാണ്. ഈശോ സ്വർഗാരോഹണം ചെയ്തപ്പോഴും നമ്മൾ ഈശോയുടെ ശരീരത്തിലാണ്. ഒന്ന് വിശ്വസിച്ചേ. നമുക്കുണ്ടാകുന്ന സംഭവങ്ങൾ ആരിലൂടെ ആയാലും അത് ദൈവം അറിഞ്ഞിട്ടുണ്ടാകുന്നതാണ്. നമ്മൾ നോക്കുമ്പോൾ ആ മനുഷ്യൻ കാരണം എനിക്കിതൊക്കെ സംഭവിച്ചു, ആ മനുഷ്യൻ എന്നിട്ട് അടിപൊളിയായിട്ട് ജീവിക്കുകയാണ്, എന്നെ ഈ പീഡ അനുവദിച്ചുകൊണ്ട്. ഇതൊക്കെ ആയിരിക്കാം നമ്മുടെ ചിന്ത. പക്ഷേ മറിച്ച് ചിന്തിക്കുക, ദൈവമാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. പിലാത്തോസിന്റെ മുമ്പിൽ നിൽക്കുന്ന ഈശോനെ കാണുക. പിലാത്തോസ് പറയാണ്, നിന്നെ കൊല്ലാനും വിട്ടയക്കാനുമുള്ള അധികാരം എനിക്കുണ്ടെന്ന് അറിയില്ലേ? ഈശോ കൂളായിട്ട് പറയാണ്, ആ അധികാരം എൻ്റെ പിതാവ് നിനക്ക് തന്നില്ലായിരുന്നുവെങ്കിൽ നിനക്ക് എൻ്റെ മേൽ ഒരധികാരം ഉണ്ടാവില്ല. അപ്പൊ ഈശോയെ ക്രൂശിക്കാനുള്ള അധികാരം പിതാവ് തന്നതായിട്ടാണ് ഈശോ കാണുന്നത്. പിതാവിൽ നിന്നാണ് ഈശോ സ്വീകരിക്കുന്നത്. അതാണ് രക്തസാക്ഷിത്വത്തിലുള്ള വലിയ മഹത്വം. നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന എല്ലാ ഭയാനകമായ അവസ്ഥകളും കാരണം കൂടാതെ നമ്മൾ പീഡിപ്പിക്കപ്പെട്ടിട്ടുള്ള സഹനം എല്ലാം പിതാവ് അറിഞ്ഞ് അനുവദിച്ചത് കൊണ്ടാണ്. കഷ്ടത, സഹനശീലം, റോമർ 5:3, സഹനശീലം, ആത്മധൈര്യം, പ്രത്യാശ. കഷ്ടത സഹനശീലം തരുന്നു. അങ്ങനെ നമ്മൾ ക്രിസ്തുവിൻ്റെ സഹനത്തിൽ ശീലമാണ്. ക്രിസ്തു സഹിച്ച പോലെ എല്ലാവരും തിരസ്കരിക്കപ്പെട്ട് നിന്ദിക്കപ്പെട്ട് അടികൊണ്ട് ഇടികൊണ്ട് മുറിവേറ്റ് ഇതെല്ലാം നമുക്കുണ്ടാകും. പക്ഷേ ക്രിസ്തുവിൻ്റെ സഹനത്തിൽ പങ്കാളികളായതിൽ അഭിമാനിക്കണം. അപ്പോൾ ഇവിടെ 957 വീണ്ടും ഇതിൻ്റെ വിശദീകരണമാണ്. വിശുദ്ധരുമായുള്ള ഐക്യം, സ്വർഗത്തിലുള്ളവരുടെ സ്മരണ, അവർ കാണിച്ചു തന്ന മാതൃകയുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല നാം കാത്തു സൂക്ഷിക്കുന്നത്. പിന്നെയോ സഹോദര സ്നേഹത്തിൻ്റെ അഭ്യസനം വഴി സഭയുടെ മുഴുവൻ ഐക്യം ആത്മാവിൽ സുദൃഢമായി തീരാൻ വേണ്ടിയാണ്. അവൻ ഈ സഹിച്ചതെല്ലാം നമുക്ക് വേണ്ടിയാണ്. സഹോദര സ്നേഹത്തിൻ്റെ അഭ്യാസനം വഴി, അതാണ് വിശുദ്ധരുമായുള്ള ഐക്യം, ദ കമ്മ്യൂണിയൻ വിത്ത് സെയിൻസ്. വിശുദ്ധരുമായുള്ള ഐക്യത്തിൻ്റെ അടിസ്ഥാനം നമ്മൾ അവരോട് പ്രാർത്ഥിച്ച് കാര്യങ്ങൾ നേടുക എന്നുള്ളത് മാത്രമല്ല, സഭയുടെ മുഴുവനും ഐക്യം ആത്മാവിൽ സുദൃഢമായി തീരാൻ വേണ്ടിയാണ്. നമ്മുടെ സഹതീർത്ഥാടകരുടെ ഇടയിലുള്ള ക്രൈസ്തവ കൂട്ടായ്മ നമ്മെ ക്രിസ്തുവിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നു. അതുപോലെ തന്നെ വിശുദ്ധരുമായുള്ള നമ്മുടെ സംസർഗം, നമ്മൾ അവരുമായിട്ട് ഒന്നാണ്. നമ്മൾ സംസർഗം നമ്മെ ക്രിസ്തുവിനോട് ചേർക്കുന്നു. അവിടെ നിന്നാണ് സ്രോതസ്സിൽ നിന്നും ശിരസിൽ നിന്നും എന്ന പോലെ എല്ലാ കൃപാവരങ്ങളും ദൈവജനത്തിൻ്റെ ജീവൻ തന്നെയും പ്രവഹിക്കുന്നത്. ലൂമൻജൻഷ്യം 50, എഫെസോസ് 4:1-6 വരെയുള്ള വചനവും കൂടി അവിടെ ഉദ്ധരിച്ചിരിക്കുന്നു. പൂർണ്ണമായ വിനയത്തോടും ശാശ്വതമായ ദീർഘക്ഷമയോടും കൂടെ നിങ്ങൾ സ്നേഹപൂർവ്വം അന്യോന്യം സഹിഷ്ണുതയോടെ വർത്തിക്കുവിൻ. എഫെസോസ് 4:2.
4:1 പറയുന്നത്, കർത്താവിന് വേണ്ടി തടവുകാരനായി തീർന്നിരിക്കുന്ന ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങൾക്ക് ലഭിച്ച വിളിക്ക് യോഗ്യമായ ജീവിതം നയിക്കുവിൻ. അതാണ്, ഓരോരുത്തർക്കും ഒരു വിളിയുണ്ട്. സമാധാനത്തിൻ്റെ ബന്ധത്തിൽ ആത്മാവിൻ്റെ ഐക്യം നിലനിർത്താൻ ജാഗരൂകരായിരിക്കുവിൻ. എഫേസ്യൻസ് 4:3. ഒരേ പ്രത്യാശയിൽ നിങ്ങൾ വിളിക്കപ്പെട്ടതുപോലെ ഒരു ശരീരവും ഒരാത്മാവുമാണുള്ളത്. എഫേസ്യൻസ് 4:4. ഒരു കർത്താവും ഒരു വിശ്വാസവും ഒരു ജ്ഞാനസ്ഥാനവുമേ ഉള്ളൂ. എഫേസ്യൻസ് 4:5. സകലത്തിലും ഉപരിയും സകലത്തിലൂടെയും സകലത്തിലും വർത്തിക്കുന്നവരും നമ്മുടെ എല്ലാം പിതാവുമായ ദൈവം ഒരുവൻ മാത്രം. ഒരേ ആത്മാവ്, ഒരേ ക്രിസ്തു, ഒരേ ദൈവം. കണ്ടോ, അത്രിത്വൈക ദൈവമായിട്ടുള്ള സംസർഗം, ഒരേ വിശ്വാസം, ഒരേ ജ്ഞാനസ്ഥാനം. തുടർന്ന് ഇവിടെയും ഒരു മാർട്ടിറാം പോളികാർപ്പ്, വിശുദ്ധ പോളികാർപ്പിൻ്റെ രക്തസാക്ഷിത്വത്തെക്കുറിച്ചുള്ള ഒരു കാര്യമാണ് എഴുതിയിരിക്കുന്നത്. അവിടുത്തെ ക്രിസ്തുവിനെ ദൈവത്തിൻ്റെ പുത്രൻ എന്ന നിലയിൽ നാം ആരാധിക്കുന്നു. കർത്താവിൻ്റെ ശിഷ്യന്മാരും അവിടുത്തെ അനുകരിക്കുന്നവരും എന്ന നിലയിൽ രക്തസാക്ഷികളെ അവർക്ക് തങ്ങളുടെ രാജാവും നാഥനുമായിരുന്നവനോട് ഉണ്ടായിരുന്ന അതുല്യമായ ഭക്തി മൂലം നാം സ്നേഹിക്കുന്നു. അതാണ്, നമ്മൾ വിശുദ്ധന്മാരെ ആരാധിക്കുകയല്ല, അവർ കർത്താവിനെ ആരാധിച്ചു, അവർ കർത്താവിന് വേണ്ടി ജീവൻ അർപ്പിച്ചു, അവരെ നാം സ്നേഹിക്കുന്നു. അവിടുത്തെ അനുകരിക്കുന്നവരും എന്ന നിലയിൽ രക്തസാക്ഷികളെ അവർക്ക് തങ്ങളുടെ രാജാവും നാഥനുമായിരുന്നവനോട് ഉണ്ടായിരുന്ന അതുല്യമായ ഭക്തി മൂലം നാം സ്നേഹിക്കുന്നു. നമുക്ക് അവരുടെ കൂട്ടുകാരും സഹ ശിഷ്യരുമാകാം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെയും നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് വളരെയധികം വിശ്വാസ വളർച്ച ഉണ്ടായ ഒരു കാര്യമാണ് രക്തസാക്ഷികളും കുറിച്ച് പഠിച്ചതും. അത് നമുക്കിപ്പോഴൊക്കെ യൂട്യൂബിൽ കിട്ടും. ഓരോ രക്തസാക്ഷികളുടെയും ജീവിതത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾക്ക് അവരെ ഉള്ളൊരു സ്നേഹം നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ സഹിക്കാനുള്ള ഒരു പ്രചോദനം കിട്ടും. എന്നെ വളരെ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു വിശുദ്ധനാണ് വിശുദ്ധ ജോൺ ഓഫ് ദ ക്രോസ്. വിശുദ്ധ ജോൺ ഓഫ് ദ ക്രോസ്, കുരിശിലെ വിശുദ്ധ യോഹന്നാൻ. എന്തോരം സഹനം കൊടുത്താലും ഇങ്ങോട്ട് തന്നേക്ക്. അവസാനം ചോദിച്ചു, നിനക്ക് ഇനിയും സഹനം വേണോ? യെസ് യെസ്. അപ്പം ആ സഹനത്തിൻ്റെ മാധുര്യം അനുഭവിച്ചവരാണ് ഈ നമ്മുടെ അൽഫോൻസാമ്മയും മറിയം ത്രേസ്യായും ഇവരെല്ലാം. അപ്പോൾ നമ്മുടെ നാട്ടിലെ വിശുദ്ധരെയും കൂടി നമുക്ക് കണ്ടുപഠിക്കാം. വരുവീൻ, നമുക്ക് നന്ദി പറയാം. നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ സഹനങ്ങളും, എനിക്ക് സംഭവിച്ചതെല്ലാം സുവിശേഷത്തിൻ്റെ മഹത്വത്തിനായിട്ട് ഞാൻ സമർപ്പിക്കുന്നു. ഒന്നും നഷ്ടപ്പെടില്ല. എല്ലാം വലിയ രക്തങ്ങളാണ്. സഹിച്ച ഓരോ നിമിഷങ്ങളും നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മൾ ഈശോയുടെ ശരീരത്തിലായിരുന്നു. നമ്മൾ ഈശോയുടെ ശരീരത്തിലായിരുന്നപ്പോഴാണ് സഹിച്ചത്. നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ. കർത്താവേ, ഞങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തിലുണ്ടായിട്ട് എല്ലാ സഹനങ്ങളും ഈ കുർബാനയിൽ നമ്മൾ ഓർക്കുന്ന ഓരോ വിശുദ്ധരോടുമൊപ്പം ഓരോ കുർബാനയിലും ഞങ്ങളത് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ സഹനങ്ങൾ അങ്ങയുടെ സഹനങ്ങളോട് ചേരുന്നു.
ഞങ്ങൾ അതിനെ മഹത്വീകരിക്കുന്നു. കുരിശിന്റെ മഹത്വത്തിന്റെ തിരുനാൾ നമ്മൾ ആഘോഷിച്ചു. ദൈവമേ, നന്ദി കർത്താവേ. എല്ലാവർക്കും നന്ദി. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു വെരി മച്ച്.